ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുൻപ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിംഗ് കാണുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ള കാര്യം. 10 എനർജി കിട്ടുന്നുണ്ട്. അതായത് ഒരുപാട് കാര്യം ഒരേ സമയം, അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ ചുമന്ന് നടക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് നിർത്താനായിട്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വിശ്രമത്തിന്റെ ആവശ്യമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സാണെങ്കിലും ആരോഗ്യമാണെങ്കിലും ഈ ഒരു സമയത്ത് കുറച്ച് ടയേർഡ് ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഈ ഒരു സമയത്തൊന്ന് വിശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ എന്ത് കാര്യത്തിനാണോ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ഒരു കാര്യം ആദ്യം ചെയ്തു തീർക്കുവാൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്തു തീർക്കുവാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ആദ്യം സ്റ്റോപ്പ് ചെയ്യുക. പകരം ഏത് കാര്യത്തിനാണോ പ്രാധാന്യം കൂടുതൽ ആ ഒരു കാര്യം ആദ്യം ചെയ്തു തീർക്കുക. അതിനുശേഷം മാത്രം മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യമാണെങ്കിലും ശരീരത്തിന്റെ ആരോഗ്യമാണെങ്കിലും ഇവിടെ ക്ഷയിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വീണ്ടെടുക്കുക. അതിനായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒന്ന് വിശ്രമിക്കുക എന്നാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തരുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് നോക്കാം. 10 ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ തന്നെ തകർത്ത് കളഞ്ഞൊരു സംഭവം ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും പുറത്തോട്ട് വരാതെ അതിൽ തന്നെ ഇരുന്ന് കരയുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നിർത്തുക. അതിൽ നിന്നും നിങ്ങളോട് പുറത്തോട്ട് വരാനായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു കാര്യം, ഈ ഒരു വേദന നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴുള്ള ഈ ഒരു വേദന അത് താൽക്കാലികമാണ്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തോട്ട് വരൂ എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതിൽ തന്നെ ഇനി എനിക്ക് മുന്നോട്ടൊരു ജീവിതമില്ല, അതല്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓവർ തിങ്കിങ് നിങ്ങൾ നിർത്താനായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ക്യൂണോ കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യുവാൻ കഴിവുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഇത് കാണുന്ന ചില വ്യക്തികളൊക്കെ നിങ്ങൾ ആരോഗ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങൾക്ക് മറ്റുള്ളവരെ സുഖപ്പെടുത്തുവാൻ കഴിവുള്ള, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സമാധാനം നൽകുവാനൊക്കെ കഴിവുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് നിങ്ങളെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങൾ പുറത്തോട്ട് എടുക്കുക എന്നാണ് പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള എല്ലാ കഴിവുകളും സ്വയം ഹീലാകാനായിട്ടുള്ള ഒരു കഴിവ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് പോലും അത് തിരിച്ചറിയാതെ നിങ്ങൾ ഇവിടെ വേദനയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് സ്വയം ഹീലാകുക എന്നുള്ളൊരു സന്ദേശവും ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, എന്താണ് യൂണിവേഴ്സിന് ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളത്. നമുക്ക് നോക്കാം. ടെമ്പറൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെയും നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ഹീലാകുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഒതുങ്ങുന്ന കാര്യങ്ങളെ നിങ്ങൾക്കുള്ളൂ എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങൾ എടുക്കുക. അല്ലാത്ത കാര്യങ്ങളെ തൽക്കാലം ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനായിട്ടാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്ന ആ ഒരു സ്വഭാവ രീതി നിങ്ങളോട് ഒഴിവാക്കുവാനായിട്ടും ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നോക്കാം. 5 ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ചുറ്റുമുള്ള വ്യക്തികളെ ഒന്ന് സൂക്ഷിക്കുവാനായിട്ട് പറയുന്നുണ്ട്. അതായത് കൂടെ നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും അവർ പറയുന്നത് കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കേണ്ട. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കുന്ന വ്യക്തികളോട് ഷെയർ ചെയ്യേണ്ട എന്നിവിടെ കാണിക്കുന്നുണ്ട്. മുൻപ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ വളരെയധികം മനസ്സ് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾ പഠിക്കുക. ഇനിയെങ്കിലും മറ്റുള്ളവരുമായിട്ട് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാതിരിക്കുക. അതുപോലെ തന്നെ കണ്ണടച്ച് എല്ലാവരെയും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം.
സിക്സ് ഓഫ് സോർട്സിന്റെ എനർജിയാണ് കിട്ടുന്നത്. അതായത് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു വേദനയെല്ലാം താൽക്കാലികമാണ്. നിങ്ങൾ അതിൽ നിന്നും പുറത്തു വരുമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ എവിടെയോ പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഈ ഒരു ദുഃഖങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇത്രയും കാലം നിങ്ങൾ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു വേദനയിൽ നിന്നും നിങ്ങൾ ഇവിടെ പോകുവാൻ പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ മുൻപുണ്ടായിരുന്ന വേദനകൾക്ക് ഒരു അന്ത്യം ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ പുതിയ ഒരു ദിശ തേടി പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ തയ്യാറാകുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെയധികം ഓവർ തിങ്കിങ് ആണ്. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മറന്നേക്കുക. അതുപോലെ തന്നെ പുതിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ തന്നെ വഴി തുറന്നു കൊടുക്കുക എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ബ്ലെസ്സിങ്സ് അതിനെ നിങ്ങളായിട്ട് തന്നെ ഒരിക്കലും ബ്ലോക്ക് ചെയ്യരുത്. അത് നിങ്ങൾ തന്നെ ഓപ്പൺ അതായത് അത് സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾ ഓപ്പൺ ആയിരിക്കണം എന്നാണ് ഇവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.